നമ്മളിപ്പം ഫോണിന്റെ ക്യാമറയിൽ എടുക്കുന്ന ഒരു വീഡിയോ, ഒരു ചെറിയ വീഡിയോ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ 500 MB 600 MB 1 GB ഒക്കെ ഫയൽ സൈസ് ഉണ്ടാകും. അതിന് ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും. ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് വാട്സപ്പ് സെൻഡ് ചെയ്യാനാകില്ല. വാട്സപ്പിൽ മാക്സിമം നമുക്ക് സെൻഡ് ചെയ്യാനാകുക 17 MB വരെയുള്ള വീഡിയോ ആണ്. വാട്സപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ 100 MB വരെ നമുക്ക് സെൻഡ് ചെയ്യാം, അതിന്റെ മേലോട്ട് സെൻഡ് ചെയ്യാനാകില്ല. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാണ്ട് ഒരുപാട് MB ഉള്ള ഒരു വീഡിയോ, കറക്റ്റ് പറഞ്ഞാൽ 30 മിനിറ്റ് വരെ ലെങ്ത് ഉള്ള ഒരു വീഡിയോ നമുക്ക് വാട്സപ്പ് സെൻഡ് ചെയ്യണം. എങ്ങനെ സെൻഡ് ചെയ്യും? അതിനുള്ളൊരു വഴിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പൊ സംഭവം വാട്സപ്പിൽ നമുക്ക് ഒരു 500-600 MB ഒക്കെ ഉള്ള വീഡിയോ സെൻഡ് ചെയ്യണം. അതിന് നിങ്ങൾ ലോങ്ങർ വീഡിയോസ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വളരെ ചെറിയ ആപ്ലിക്കേഷനാണ്. ആരൊക്കെയോ ചോദിക്കുന്ന ടിക്ക് ചങ്ങായി ആപ്പും കൊണ്ടല്ലാണ്ട് വരുന്നില്ലല്ലോ. നമുക്ക് ഫോണിൽ ഓരോ കാര്യം ചെയ്യാനും ഓരോ ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഫീച്ചറുകളും നമുക്ക് ഫോണിൽ കിട്ടുന്നില്ല. ഫോണിൽ ഇല്ലാത്ത ഫീച്ചറുകൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആവശ്യമുള്ള സംഗതികൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടാകില്ലല്ലോ. ആവശ്യമുള്ള ആൾക്കാർക്ക് അത് പരിചയപ്പെടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ എങ്ങനെ എടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഓരോ ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുന്നേരോ അതിന്റെ ആവശ്യമുള്ള ആൾക്കാർ മാത്രം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാത്തോലും എന്തിനാ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അല്ലാത്തോലും വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒഴിവാക്കി പോയേക്കുക. പ്ലേ സ്റ്റോറിലുള്ള ഉപകാരമുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നത്, അതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്, ആവശ്യക്കാർ ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ലോങ്ങർ വീഡിയോസ് കൂടെ വാട്സപ്പിൽ എങ്ങനെ വലിയ വീഡിയോ സെൻഡ് ചെയ്യാൻ നോക്കാം. അതിന് ലോങ്ങർ വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും. അവിടെ ചൂസ് വീഡിയോ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. ഇതവിടെ ഇപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഒരു 500 മേലെ MB ഉള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ 548 MB ഉണ്ട്, കാണുന്നുണ്ടോ? ഈ 548 MB ഉള്ള ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ അത് ഫെച്ചിങ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ എങ്ങനെ വരിക? അവിടെ ഒരു പോപ്പപ്പ് വരും. ഇതിൽ റിമൂവ് വാട്ടർമാർക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഇതിൽ കൂടെ വീഡിയോ സെൻഡ് ചെയ്യുന്ന നേരം ഈ ആപ്ലിക്കേഷന്റെ ഒരു വാട്ടർമാർക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന വീഡിയോയിൽ വരും. അത് ഒഴിവാക്കണമെങ്കിൽ വാച്ച് എക്സ്ട്രാ ആഡ് എന്നുള്ള മേലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ചെറിയ പരസ്യം നമ്മൾ കാണാം. 30 സെക്കൻഡ് താഴെ ഉള്ള ഒരു പരസ്യം കണ്ടാൽ ആ വാട്ടർമാർക്ക് ഉണ്ടാകില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് വാട്ടർമാർക്കോട് കൂടി സെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ വാച്ച് എക്സ്ട്രാ ആഡ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് ഒരു വീഡിയോ കാണുക, ഒരു ആഡ് കാണുക. ആഡ് കണ്ടു കഴിഞ്ഞാൽ എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്ത് വീഡിയോ എക്സ്പോർട്ട് ആകുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇത് 100% ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാം. ഇത് 100% എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ കാണാം വീഡിയോ സേവ് ടു ഗാലറി. വീഡിയോ നമ്മളെ ഗാലറി സേവ് ആയി കഴിഞ്ഞ് ഗാലറിയിലേക്ക് പോകണ്ട, ഇവിടുന്ന് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇതിൽ വാട്സപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഏത് കോൺടാക്റ്റിലാകാനോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ കോൺടാക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കാണാം ആ വീഡിയോ ഫുള്ളായിട്ട് ഇവിടെ വന്നു. 548 MB ഉള്ള ആ വീഡിയോ വെറും 13 MB ചുരുങ്ങി. വാട്സപ്പിൽ ക്ലിയർ ആയിട്ട് സുഖമായിട്ട് അങ്ങ് പോകും. ഇനി വീഡിയോന്റെ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഫോണിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രൈറ്റ്. അതിന്റെ വോയിസ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒന്നും അധികം കുറഞ്ഞിക്കില്ല, ചെറുതായിട്ടൊന്ന് കുടുങ്ങിക്കുള്ളൂ, ചെറുങ്ങനെ ഒന്ന് കുറഞ്ഞിക്ക്. അപ്പം ക്വാളിറ്റി ഒന്നും അധികം കുറയാണ്ട് ഒന്ന് കംപ്രസ് ചെയ്ത് നമുക്ക് 548 MB ഉള്ള ആ വീഡിയോ 13 MB ആക്കി വാട്സപ്പ് സെൻഡ് ചെയ്യുക. ഇതുകൊണ്ട് വേറെ ഒരു ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വലിയ വീഡിയോ ഒക്കെ ഫയൽ സൈസ് കുറച്ച് നമ്മൾ ഫോൺ സൂക്ഷിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ 500 MB 13 MB ചുരുങ്ങുന്ന നേരം 1/2 GB മേലെ നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയി. അതിന്റെ ഒറിജിനൽ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെടുത്ത ആ കോപ്പി മാത്രം വെക്കാനുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ അവിടെ ഉണ്ടാവും, നമ്മളെ സ്റ്റോറേജും ഫ്രീ ആവും. സ്റ്റോറേജ് ഫ്രീ ആക്കാനുള്ള നല്ലൊരു വഴിയും കൂടിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.